ഹലോ ഗൈസ്, ഇത് നമ്മളെ മണാലി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അങ്ങനെ നമ്മളൊരു 9:30 മണിയായപ്പോഴത്തേക്ക് ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി. ഡൽഹി എയർപോർട്ടിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഗേജ് എടുക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത്. ടെർമിനൽ 2-ലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അങ്ങനെ ലഗേജ് എടുക്കാനായിട്ട് നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ എടുത്ത് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അങ്ങനെ മെട്രോയിലേക്ക് പോകുന്ന വഴിയാണിത്. എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 എയർപോർട്ട് തന്നെയായിരുന്നു. നല്ല വലിയ എയർപോർട്ടായിരുന്നു. ടെർമിനൽ 2 തന്നെ എത്രയ്ക്ക് വലുതാണെങ്കിലേ ടെർമിനൽ 1-ൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ. അങ്ങനെ ഞങ്ങളുടെ യൂഷ്വൽ കലാപരിപാടികളായ ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ്, റീൽ ഷൂട്ട് ചെയ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ മെട്രോയിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയായിരുന്നു മെട്രോ. അങ്ങനെ മെട്രോയ്ക്കുള്ള ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ എന്തോ ഒരു പ്രശ്നം പറ്റി ടിക്കറ്റിന്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്റ്റക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് നേരെ മെട്രോൻ്റെ പുറത്തിറങ്ങി. ഫസ്റ്റ് നമ്മൾ രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്, ഡൽഹി താമസിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവനും കൂടെ വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു ചെറിയൊരു ധാബയിലെത്തി. അവിടെ ചോദിച്ചപ്പോഴത്തേക്കും യൂഷ്വലി അവിടുത്തെ റൊട്ടിയും അതുപോലെ തന്നെ പനീറുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബട്ടർ റൊട്ടിയും അതുപോലെ തന്നെ ഒരു പനീർ കറിയും. അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. മോശം പറയാനൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പോർഷൻ നല്ല കുറച്ചും റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് മെയിനായിട്ട് ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്താൽ ഞങ്ങൾ ഒരേ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മെട്രോയിൽ കയറി തന്നെയായിരുന്നു ഫുൾ കറക്കം മൊത്തവും. അങ്ങനെ ഒട്ടുമിക്ക മാർക്കറ്റുകളിൽ ഞങ്ങൾ കയറി. അങ്ങനെ അവസാനം എത്തിപ്പെട്ടായിരുന്നു നമ്മുടെ സരോജിനി മാർക്കറ്റ്. റേറ്റ്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള മാർക്കറ്റായിരുന്നു ഈ സരോജിനി മാർക്കറ്റ്. നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞ് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അവിടോട്ട് പോയത്. മെയിനായിട്ടും ജാക്കറ്റും മറ്റ് സാധനങ്ങളും മേടിക്കണമായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മൾ സരോജിനി മാർക്കറ്റിൽ വന്നത്. ഇവിടെ ഒരുപാട് വിൻ്റർ കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഒരേ കടകൾ ഞങ്ങൾ കയറി ഇറങ്ങി. നല്ല ക്രൗഡായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഫുൾ നടക്കാൻ പോലും കഴിയാത്തത്ര തിരക്കായിരുന്നു. പക്ഷേ സാധനങ്ങളും അതുപോലെ തന്നെയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ചീപ്പ് റേറ്റിൽ തന്നെയായിരുന്നു. അത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പൊരി ഓർഡർ ചെയ്തത് ഡൽഹി സ്പെഷ്യൽ പാവ് ബജി ആയിരുന്നു. ഞങ്ങളൊരു റൈസ് മാതിരി ഒരു സാധനം ഓർഡർ ചെയ്തു. ഒരു റൈസും അതിൻ്റെ കൂടെ ഒരു കറിയും ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ പോലെ ഇരിക്കുന്നൊരു. ഡൽഹിയിൽ പോയിട്ട് ഫുഡിൻ്റെ കാര്യം കുറച്ച് ഷോക്കായിരുന്നെങ്കിലും ഇത് അത്യാവശ്യം തരക്കേടില്ലായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു, റേറ്റ് നല്ല കൂടുതലുമായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു, ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഡൽഹിയിൽ തന്നെ അധികം ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഈ അക്ഷർധാം മന്ദിർ എന്ന് പറയുന്നത്. ഒരുപാട് സെക്യൂരിറ്റീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലായിരുന്നു. നമുക്കിങ്ങനെ ദൂരം നിന്നത് ഇങ്ങനെ മാത്രമേ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്ഥലത്ത് പോകണം. അത്രയ്ക്ക് മനോഹരമായ അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ബാഹുബലി സെറ്റിട്ടതുപോലെയാണ് ആ മന്ദിർ ഇരിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ, അടിപൊളിയാണ്. അവിടെ നിന്ന് മെട്രോയിൽ നേരെ നമ്മൾ പോയത് കാശ്മീരി ഗേറ്റിലേക്കായിരുന്നു. നമ്മുടെ പാക്കേജ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും എത്തണം. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ ഓടിപ്പാഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ് അവിടെ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ബസ്സിൽ കയറി രാവിലെ ആയിരിക്കും നമ്മളെവിടെ എത്തുന്നത്, മണാലിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ ഡൽഹി മൊത്തം നടന്ന് കണ്ടതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നമ്മൾ മണാലിയിലെത്തും. അപ്പോൾ അടുത്ത പാർട്ടിൽ മണാലി വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, ശരി, ടാറ്റാ, ബൈ ബൈ.